വനത്തിലെ മനോഹരമായ ഒരു പ്രഭാതം. ഒരു ഉറുമ്പ് തന്റെ തലയിൽ ഒരു പയർമണിയും ചുമന്ന് അതിന്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. ഇന്ന് വളരെ പ്രയാസപ്പെട്ടാണ് എനിക്കൊരു ധാന്യമണി കിട്ടിയത്. പക്ഷേ അത് സാരമില്ല, ഇനി കുറച്ചു ദിവസത്തേക്ക് ഭക്ഷണം അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ രാമു ആന ആസ്വദിച്ചുല്ലസിച്ച് ആ വഴി വന്നു. വൗ! ഇന്നത്തെ പ്രഭാതം എത്ര സുന്ദരമാണ്. പക്ഷേ ഉറുമ്പിനെ കണ്ടപാടെ അതിന്റെ തലയിലിരുന്ന പയർ വിത്ത് എടുത്ത് രാമു ആന വായിലിട്ടു. നീ എന്താണ് ഈ ചെയ്തത്? ഇത്രയും ധാന്യം കൊണ്ട്, ഇത്രയും കുറവ് ധാന്യം കൊണ്ട് നിന്റെ വിശപ്പ് എങ്ങനെ ശമിക്കാനാ? ഈ ധാന്യം എനിക്ക് കുറച്ചു ദിവസത്തേക്കുള്ള ഭക്ഷണമായിരുന്നു. നിനക്കറിയാവോ ഇത് എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ കൊണ്ടുവന്നതെന്ന്? നിനക്ക് അത് എടുത്തു കൊണ്ടുവരുവാനുള്ള ബുദ്ധിമുട്ട് കണ്ടിട്ടാ ഞാൻ അത് എടുത്ത് കഴിച്ചത്. ഇനി നിനക്ക് നിന്റെ വീട്ടിലേക്ക് സുഖമായി പോകാലോ. ഉറുമ്പ് ഇത് കേട്ട് ദേഷ്യം കൊണ്ട് പല്ലു കടിച്ചു. പക്ഷേ രാമു ആന ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. രാമു ആന പോയ ശേഷം പാവം ഉറുമ്പ് വീണ്ടും ഭക്ഷണം അന്വേഷിക്കാനായി പുറപ്പെട്ടു. കുറച്ചു സമയത്തിനു ശേഷം ടീനുക്കുരുവി തന്റെ കൂട് തയ്യാറാക്കുകയായിരുന്നു. അവളുടെ കുഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു ശാഖയിൽ ഇരിക്കുകയായിരുന്നു. ടീനു കൂടിനുള്ളിലേക്ക് ഒരു വടി ഇറക്കി വെച്ചു. അങ്ങനെ അവസാനത്തെ വടിയും ഞാൻ വെച്ചു കഴിഞ്ഞു. ഇപ്പോൾ എന്റെ കൂട് പൂർണ്ണമായും തയ്യാറായിരിക്കുന്നു. മോളെ ചിങ്കി, വാ വേഗം വന്ന് കൂട്ടിലിരിക്കെ. ഇപ്പോൾ നമ്മുടെ കൂട് താമസിക്കാനായി തയ്യാറായിരിക്കുന്നു. സത്യമാണോ അമ്മേ? ചിങ്കി പക്ഷി സന്തോഷത്തോടെ കൂട്ടിൽ കയറിയിരുന്നു. പിന്നെ ടീനുക്കുരുവിയും കൂട്ടിൽ കയറിയിരുന്നു. ഹായ് അമ്മേ, ഈ കൂട്ടിലിരിക്കാൻ നല്ല രസമുണ്ട്. അവർ അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് ആ കൂട് ഇളകുന്നതായി തോന്നിയത്. അമ്മേ, ഈ കൂട് എന്താണ് ഇങ്ങനെ ഇളകുന്നത്? അറിയില്ല മോളെ, ഞാൻ നോക്കാം. ടീനുക്കുരുവി കൂടിന് വെളിയിലിറങ്ങി നോക്കിയപ്പോൾ അവൾ കണ്ടത് രാമു ആന തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ മരം പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. രാമു ആനെ, നീ എന്താണ് ഈ കാണിക്കുന്നത്? എന്റെ കൂട് താഴെ വീണു പോകും. എന്റെ ഈ തുമ്പിക്കൈ വല്ലാതെ ചൊറിയുന്നുണ്ട്. ഈ ചൊറിച്ചിൽ മാറ്റിയില്ലെങ്കിൽ വേദന കൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും കേട്ടോ. ടീനുക്കുരുവി പറഞ്ഞതൊന്നും വകവയ്ക്കാതെ രാമു ആന മരം കുലുക്കിക്കൊണ്ടേയിരുന്നു. അവളുടെ കൂട് ഇപ്പോൾ ഒരറ്റത്തേക്ക് എത്തിയിരുന്നു. ചിങ്കിക്കുരുവി കൂട്ടിൽ നിന്നും പുറത്തേക്ക് പറന്നതും കൂട് താഴെ വീണ് തകർന്നു. എന്റെ ദൈവമേ, ഇത് എന്താണ് സംഭവിച്ചത്? ടീനുക്കുരുവി, നിന്റെ കൂട് തകർന്നു പോയല്ലോ. ടീനുക്കുരുവി തന്റെ തകർന്ന കൂട്ടിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. രാമു ആന ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. വൈകുന്നേരം കുറച്ച് മൃഗങ്ങൾ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. ഈ രാമു ആന നമ്മുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. എന്റെ ഭക്ഷണം മോഷ്ടിച്ചു. 3 ദിവസം എന്നെ അടിമയായി വെച്ചു. അതിനുശേഷമാ ഭക്ഷണം തിരികെ തന്നത്. അതെ, അവന്റെ അഹങ്കാരം കൂടി വരികയാണ്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് എന്റെ കൂട് നിർമ്മിച്ചത്. അവൻ ആ മരം ഉലച്ചുലച്ച കൂട് തകർത്തു. ചോദിച്ചപ്പോ പറഞ്ഞതോ എന്റെ തുമ്പിക്കൈക്ക് ചൊറിച്ചിലാണെന്ന്. അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ അവന് വേദന കൊണ്ട് ഭ്രാന്ത് പിടിക്കുമെന്ന്. അത് രാമു ആനയല്ല, ഇത് ചെകുത്താനാ, ചെകുത്താൻ. എല്ലാ മൃഗങ്ങളും രാമുവിനെ മോശം പറയുകയായിരുന്നു. അപ്പോഴാണ് ഉറുമ്പ് ഒരു കാര്യം ആലോചിച്ചത്. അവൻ അതേ വരി ആവർത്തിച്ചു. തുമ്പിക്കൈയുടെ ചൊറിച്ചില് മാറിയില്ലെങ്കിൽ വേദന കൊണ്ട് അവന് ഭ്രാന്ത് പിടിക്കും അല്ലേ? ഇത് പറഞ്ഞപ്പോൾ അവന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. രാത്രിയിൽ രാമു ആന തന്റെ ഗുഹയിലിരിക്കുമ്പോൾ ഉറുമ്പ് അവന്റെ അടുത്തെത്തി. രാമോനെ, നീ ടീനുക്കുരുവിയോട് ചെയ്തത് തീരെ ശരിയായില്ല. നീ തകർത്ത ആ കൂട് തിരിച്ച് അതുപോലെ ഉണ്ടാക്കി കൊടുത്തോ, അല്ലെങ്കിൽ അത് നിനക്ക് നല്ലതിനല്ല. ഓഹോ, നീ വെറും ഒരു ഉറുമ്പ്. നീ എനിക്ക് വാണിംഗ് തരുന്നോ? നിന്നോട് തന്നെ. കാരണം എനിക്ക് മാതാറാണിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കൂ. ശരി, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്കൊരു കുഴപ്പവും. ശരി, എങ്കിൽ കേട്ടോ. നീ ആ ടീനുക്കുരുവിയുടെ കൂട് തകർത്തു. വളരെ വലിയ തെറ്റാ. നീ അവളുടെ കൂട് തിരിച്ചുണ്ടാക്കി നൽകണം. ഇനി നാളെ വൈകുന്നേരത്തിനുള്ളിൽ നീ അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിന്റെ തുമ്പിക്കൈക്ക് കഠിനമായ വേദന ഉണ്ടാകും. അതായത് നിനക്കത് താങ്ങാനേ പറ്റില്ല. ഓഹോ, ഞാനങ്ങ് പേടിച്ചു പോയി.
കഴിഞ്ഞോ നിന്റെ സംസാരം? എങ്കിൽ വേഗം പൊയ്ക്കോ ഇവിടെ നിന്ന്. എനിക്ക് ഉറങ്ങാൻ സമയമായി. ഇതും പറഞ്ഞ് രാമു തന്റെ കണ്ണുകളടച്ച് ഉറക്കമായി. ഉറുമ്പ് മിണ്ടാതെ പോയി രാമുവിന്റെ തുമ്പിക്കൈയുടെ ഉള്ളിൽ കയറിയിരുന്നു. ഇനി കാണാം രസം. രാവിലെ ആയപ്പോൾ രാമു ആന തന്റെ ഗുഹയിൽ നിന്നും വെളിയിലിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇവിടെ എങ്ങും ഒരു മൃഗങ്ങളെയും കാണാനില്ലല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാവരും എന്നെ പേടിച്ചു പോയിട്ടുണ്ടാകുമെന്ന്. അപ്പോൾ രാമുവിന്റെ തുമ്പിക്കൈയിലിരുന്ന് ഉറുമ്പ് അവന്റെ തുമ്പിക്കൈയുടെ ഉള്ളിൽ കടിക്കുവാൻ തുടങ്ങി. എനിക്കെന്താ സംഭവിക്കുന്നത്? ഓ ഓ അവന്റെ നിലവിളി കേട്ട് കുറച്ചു മൃഗങ്ങൾ അവനു ചുറ്റും കൂടി. എന്തു പറ്റി രാമു ആനെ? എനിക്കറിയില്ല. ഓ, എന്റെ തുമ്പിക്കൈക്കകത്ത് നല്ല വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ അവന് ഉറുമ്പ് പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. അവൻ അവിടെ നിന്നും ഓടിപ്പോയി. ഈ ആന ഇതെന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ കൂട് നിർമ്മിച്ചത്. ഇനി ആദ്യം മുതൽ ഓരോ ചുള്ളിയും മരത്തിനു മുകളിൽ എത്തിക്കേണ്ടി വരും. അങ്ങനെ ആദ്യം മുതൽ ഉണ്ടാക്കണം. ഇതിന് എന്തൊരു കഷ്ടപ്പാടാണ്. അപ്പോൾ രാമു ആന തന്റെ തുമ്പിക്കൈയിൽ കുറച്ച് ഉണങ്ങിയ പുല്ലുമായി അവിടെ എത്തി. ടീനുക്കുരുവി, നീ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ നിന്നെ സഹായിക്കാം. ഇത് പറഞ്ഞുകൊണ്ട് രാമു ആന തന്റെ തുമ്പിക്കൈ കൊണ്ട് അവളുടെ കൂടിന്റെ ചുല്ലികൾ കൂട്ടിവെക്കാൻ തുടങ്ങി. ഉറുമ്പ് അവന്റെ തുമ്പിക്കൈയിൽ കടിക്കുന്നത് നിർത്തി. അപ്പോഴേക്കും എല്ലാ മൃഗങ്ങളും അവിടെ ഒത്തുകൂടി. കുറച്ചധികം അധ്വാനത്തിനു ശേഷം കൂട് തയ്യാറായി. അതിനുശേഷം രാമു ആന കൂടെടുത്ത് മരത്തിന്റെ ചില്ലയിൽ വെച്ചു. പിന്നെ തന്റെ കയ്യിൽ കൊണ്ടുവന്ന ഉണക്കപ്പുല്ലും അതിലേക്ക് വെച്ചു. ഇതാ ടീനുക്കുരുവി, നിന്റെ കൂട് ഇപ്പോൾ തയ്യാറായിരിക്കുന്നു. എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഇപ്പോൾ ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്തു എന്നാ എന്റെ വിശ്വാസം. രാമു ആനയുടെ ഈ നല്ല പ്രവൃത്തി കണ്ട് എല്ലാ മൃഗങ്ങളും അതിശയിച്ചു പോയി. നല്ല കാര്യം ചെയ്തതുകൊണ്ടാണ് തന്റെ തുമ്പിക്കൈയിലെ വേദന മാറിയതെന്ന് രാമുവും വിശ്വസിച്ചു. അതിനുശേഷം രാമു ആന പിന്നെയും തന്റെ ഗുഹയിൽ പോയി വിശ്രമിച്ചു. അപ്പോൾ ഉറുമ്പ് പതിയെ അവന്റെ തുമ്പിക്കൈയിൽ നിന്നും ഇറങ്ങി മിണ്ടാതെ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം എല്ലാ മൃഗങ്ങളും തടാകത്തിന്റെ കരയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ രാമു ആനയും അവിടെ വെള്ളം കുടിക്കുവാൻ എത്തി. എന്തുണ്ട് കൂട്ടുകാരെ? എന്തുപറ്റി രാമു ആനെ? മുഴുവൻ കാടും നിന്നെ പുകഴ്ത്തുകയാണല്ലോ. നീ വളരെ നല്ലവനായെന്ന് കേട്ടല്ലോ. ഞാനിപ്പോൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നിർത്തി നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. നല്ല കാര്യം ചെയ്യുമ്പോ മനസ്സിന് നല്ല സന്തോഷമുണ്ട്. എനിക്കിപ്പോഴാ അത് മനസ്സിലായതും. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും ഉറുമ്പിനെ നോക്കി പുഞ്ചിരിച്ചു. ഉറുമ്പും ഒന്നും അറിയാത്തതുപോലെ അവരെ നോക്കി കണ്ണിറക്കി.